അമേരിക്ക ഇറാനിലേക്ക് കരയാക്രമണം തുടങ്ങാൻ പോകുന്നു, കരയുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അമേരിക്കൻ സൈനിക വിന്യാസം ഈ കാരണത്തിനായി മിഡിൽ ഈസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ആ വാർത്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മിഡിൽ ഈസ്റ്റിലുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈ സയനിസ്റ്റ് അമേരിക്കൻ താല്പര്യങ്ങളോടൊപ്പം നിന്ന് ഇറാനെതിരെയുള്ള ഈ കരയാക്രമണത്തിന് പിന്തുണ നൽകുമെന്നുള്ള ഒരു അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. യെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നടക്കുന്ന ക്കെതിരെയുള്ള ഇറാന്റെ ആക്രമണങ്ങൾ എന്നുള്ളത് അത് അമേരിക്കൻ സൈനിക ക്യാമ്പുകളെയും സയനിസ്റ്റ് സ്ഥാപനങ്ങളെയും ലക്ഷ്യം വെച്ചാണ്, അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ ലക്ഷ്യം വെച്ചാണ്. അത് ഫുജൈറയിലും അബുദാബിയിലും ദുബായിലും അടക്കമുള്ള വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രോണുകളും ചെറിയ ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇതിനായി ഉപയോഗിക്കുന്നുള്ളത്. എന്നാൽ ഇത് മറ്റൊരു തരത്തിൽ വീണ്ടും സയനിസ്റ്റുകൾക്കും അമേരിക്കക്കും പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിയാൽ അതിനൂതനമായ ആയുധങ്ങൾ ഇറാൻ യെ ലക്ഷ്യമാക്കി ഉപയോഗിക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട്. അഥവാ ഇതിൽ പിന്നിൽ ചില ചരടുവലികൾ നടക്കുന്നുണ്ട്. അത് അമേരിക്കയുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകുന്ന പിന്തുണ, ലൊജിസ്റ്റിക്കൽ പിന്തുണ, അല്ലെങ്കിൽ അവരുടെ ഭൂമി ഇറാനെതിരെ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനപ്പുറം കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാർഗ് ദ്വീപ് എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എണ്ണ വിഭവവും അതുമായി ബന്ധപ്പെട്ട ഊർജോൽപാദനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ആ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് കരയിൽ നടത്തുന്ന ഒരു അധിനിവേശത്തിലൂടെ പിടിച്ചെടുക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് സ്ഥിതി ഗുരുതരമാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, അങ്ങനെയുള്ള ഒരു കരയാക്രമണത്തിലേക്ക് അമേരിക്ക കടന്നാൽ, ഇസ്രായേൽ കടന്നാൽ, അതിനെ പിന്തുണച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായ അതിനോടൊപ്പം ചേരുമെന്നുള്ള അനൗദ്യോഗിക വാർത്തകൾ. ഇത് വലിയ പ്രശ്നത്തിലേക്ക് മിഡിൽ ഈസ്റ്റിനെ കൊണ്ടെത്തിക്കും. പ്രത്യേകിച്ചും അതിനു മുമ്പ് തന്നെ ഇറാൻ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നടപടി ചെയ്യാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ ചിലപ്പോൾ ലക്ഷ്യമാക്കി നടത്തിയേക്കാം. അത് വലിയ ആക്രമണങ്ങൾ നിലവിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. ഒരുപാട് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ആളുകൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് ദുബൈയിലും അബുദാബിയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇറാൻ നിലവിൽ നടത്തുന്ന ആക്രമണങ്ങൾ വലിയൊരു രീതിയിൽ നമ്മുടെ രാജ്യത്തെ അടക്കം ബാധിച്ചിട്ടുണ്ട്, ലോകത്തെ ആകെ ബാധിച്ചിട്ടുണ്ട്. കാരണം പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക കേന്ദ്രം എന്നുള്ള നിലക്ക്, ഒരു ബിസിനസ് ഹബ് എന്നുള്ള നിലക്ക് ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് ഈ മേഖലയിലുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു നടപടി അവർ നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ സൗദി അറേബ്യ ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നില്ല, അവർ മാറി നിൽക്കുന്നുണ്ട്. അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ ചിലപ്പോൾ അവരും ഈ കാര്യത്തിൽ ഉൾപ്പെട്ടേക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യുടെയും സൗദി അറേബ്യയുടെയും താല്പര്യങ്ങൾ വ്യത്യസ്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സൊമാലിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും, സുഡാനിലാണെങ്കിലും, യമനിലാണെങ്കിലും, ഈ രാജ്യങ്ങളിലൊക്കെ ഈ രണ്ട് രാഷ്ട്രങ്ങളുടെയും താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. യുടെ താല്പര്യങ്ങൾ പലപ്പോഴും അത് ഇസ്രായേലി സയനിസ്റ്റിനൊപ്പവും അമേരിക്കൻ താല്പര്യങ്ങളോടൊപ്പവും നിൽക്കുമ്പോൾ സൗദി അറേബ്യക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണുള്ളത്. കഴിഞ്ഞ ദിവസം യമനിലെ അൻസാറുവ ഊത്തികൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഒരു മിസൈൽ തൊടുത്തുവിട്ടിരുന്നു. യുദ്ധത്തിൽ ആദ്യം മുതൽ തന്നെ ഊത്തികൾ പങ്കാളികളായിരുന്നില്ല. ബാബുൽ ഹിന്ദ് കടലിടുക്ക് പ്രധാനപ്പെട്ട ഈ ഒരു ചെങ്കടൽ കേന്ദ്രീകരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതല്ലെങ്കിൽ ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഉപരോധങ്ങൾ ഇപ്രാവശ്യം ഇവർ നടത്തിയിരുന്നില്ല. ഇവിടെയാണ്, ഈ ഒരു മേഖലയിലാണ് സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട അവരുടെ ഊർജോൽപാദനവുമായി ബന്ധപ്പെട്ട എണ്ണ പൈപ്പ് ലൈൻ പോകുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ നിലവിൽ ഹൂത്തികളുമായിട്ടുള്ള സമാധാന അന്തരീക്ഷവും സമാധാന കരാറും തുടർന്നു പോകണമെന്നും ഒരു സംഘർഷങ്ങളിലേക്ക് ഇടപെടാൻ താല്പര്യം ഇല്ലെന്നുള്ള നിലപാടാണ്. യമനിലെ സംബന്ധിച്ചിടത്തോളം യമനിലെ ഔദ്യോഗികമായ ഭരണകൂടത്തെ സൗദി അറേബ്യ പിന്തുണക്കുന്നുണ്ട്.
അവിടെ UAE പിന്തുണയോടുകൂടി മറ്റു മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇടപെട്ട് തുടങ്ങിയപ്പോഴാണ് സൗദി അറേബ്യ നേരിട്ട് തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയും ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തത്. പിന്നീട് UAE ആ വിഷയത്തിൽ നിന്നും പിന്മാറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും വിഷയങ്ങൾ പലതാണ്. മറ്റൊന്ന് ബഹ്റൈനുമായി ബന്ധപ്പെട്ടാണ്. ബഹ്റൈനിൽ വളരെ വലിയ ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നതിനോടൊപ്പം തന്നെ അവിടെ ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്. 70% ഷിയ ജനങ്ങളുള്ള രാജ്യമാണ്. അവിടെ അതിന് ഒരു അടിച്ചമർത്തൽ രീതിയിലേക്ക് അവിടത്തെയുള്ള ഭരണകൂടം നീങ്ങിയാൽ അവിടെയും ഇറാൻ നേരിട്ട് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ സൗദി അറേബ്യയുടെ പിന്തുണയോടുകൂടിയാണ് നിലവിലുള്ള ബഹ്റൈൻ ഭരണകൂടം നിലനിൽക്കുന്നത്. അതിനു കൂടെ അമേരിക്കയും ഇസ്രായേലുമായിട്ടും നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുകയും അവരുമായിട്ട് സഹകരിക്കുകയും അവർക്ക് സൈനിക വിന്യാസങ്ങൾ ഒരുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. കുവൈത്താണ് മറ്റൊന്ന്. കുവൈത്തിലെ അവിടെയുള്ള പൗരന്മാർ മിക്കവാറും സൗദി അറേബ്യയിലേക്ക് കുടിയേറി കഴിഞ്ഞിരിക്കുകയാണ്. സൈനിക സംവിധാനങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും അമേരിക്കയാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. അവിടെയും ഇറാൻ കടുത്ത നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും UAE സംബന്ധിച്ചിടത്തോളം ഈ ഒരു നടപടി എന്നുള്ളത് ആ രാജ്യം 2020 അബ്രഹാമിക് കരാറിലൂടെ ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം രൂപപ്പെടുത്തി ഇസ്രായേലുമായിട്ട് നല്ല നിലയിലുള്ള ചങ്ങാത്തത്തിലേക്ക് നീങ്ങിയതോടു കൂടിയിട്ടാണ് മിഡിൽ ഈസ്റ്റിന്റെ ചിത്രം മാറിയ ഒരു അവസ്ഥ ഉണ്ടായത്. കാരണം അത്രയും കാലം മാറ്റി നിർത്തപ്പെട്ട ഇസ്രായേലിനെ അംഗീകരിച്ച ആദ്യ അറബ് രാജ്യമായിട്ടാണ് UAE മാറി. അതിന്റെ പിന്നാലെ മൊറോക്കോയും ബഹ്റൈനും അതേ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോയി. ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളും യുദ്ധങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്നുള്ളത് ഇത്തരമൊരു അബ്രഹാമിക് കരാറും അതിനെ തുടർന്നുണ്ടായ ഫലസ്തീൻ സ്വതന്ത്രം എന്നുള്ള കാര്യം വിസ്മരിച്ചതും ഇസ്രായേലിനെ അംഗീകരിച്ച നടപടികൾ അറബ് രാജ്യങ്ങളും സ്വീകരിച്ചതാണ്. ഏതായാലും ഇറാൻ ഇതിനെതിരെയുള്ള മറു ആക്രമണങ്ങൾ മുൻകൂട്ടി നടത്തിയാൽ അത് UAEക്ക് വലിയ തിരിച്ചടിയായി മാറും. നിലവിൽ അമേരിക്കയും ഇസ്രായേലും യുദ്ധത്തിൽ പെട്ടുകിടക്കുകയാണ്. ഇതിൽ നിന്നും അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേട്ടമായിട്ടുള്ള യുദ്ധമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ UAE ഇത്തരത്തിലുള്ള ഒരു സൈനിക നടപടികൾ, സൈനിക പിന്തുണ കൊടുക്കൽ, കാർഗ് ദ്വീപിനെ പിടിച്ചെടുക്കൽ പോലെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിച്ചാൽ അത് മിഡിൽ ഈസ്റ്റിന്റെ സർവനാശത്തിലേക്കുള്ള വഴി തുറക്കലായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല.